സ്വർണ്ണപ്പാളി വിഷയത്തൊക്കെ ഈ പാരടി ഗാനത്തോടൊക്കെ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നുണ്ട്. ഇവർ വലിയ എന്താ പറയുക, പിന്നെ ഈ ചരിത്രകാരന്മാരോടും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കലാകാരന്മാരോടൊക്കെ വലിയ പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് എന്നൊക്കെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു പാട്ടിന് എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? ഒരു പാട്ടിനെ പോലും പേടിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അല്ല, പൂതാടിയില് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭരണമൊന്നുമല്ല. പക്ഷേ ഞങ്ങളവിടെ കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് വളരെ കൃത്യമായിരുന്നു. അവിടെ 7 സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്താണ്. 3 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും ഭരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ജനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്നിടത്ത് തിരിച്ചും കോൺഗ്രസ് പാർട്ടിയെയും സഹായിച്ചു. അതായത് ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു കാരണവശാലും അധികാരത്തിൽ എത്തിക്കരുത് എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും, അതായത് മുന്നേറാൻ മുൻപ് നമുക്ക് കൃത്യമായിട്ട് വോട്ടുകൾ ഇല്ലാത്ത മേഖലയിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. 400-ലധികം വോട്ടുകൾ നേടിയിട്ടുള്ള പ്രദേശങ്ങളാണ് പൂതാടിയിലെ മുഴുവൻ പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ BJPയോടൊപ്പമാണ് പൂതാടിയിലെ ജനങ്ങൾ എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞിട്ടുള്ളത്.